तेरी ओर, स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर। नैनों के दर्पण में बाबा तुझको सदा ही देखूं, क्या से क्या बनाते हो हर पल यही मैं सोचूं, हर पल यही मैं सोचूं। मन आंगन में अब तो बाबा, मन आंगन में
ഓം ശാന്തി. ജ്യോതിബിന്ദു സിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓം ശാന്തി. ഇന്ന് ബ്രഹ്മകുമാരീസിന്റെ കൊല്ലം ജില്ലയിലെ മുഴുവൻ ഈശ്വരീയ പരിവാരവും രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നതിനായി സൂം മീറ്റിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നമുക്കെല്ലാം സുപരിചിതയായ ബാബ്ദാദയുടെ അക്ഷീണ സേവാധാരിയും പ്രേരണാമൂർത്തിയുമായ ആദരണീയായ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബെഞ്ചി ചെന്നൈയിൽ നിന്നും സൂം മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ സൗഭാഗ്യ ദിനമാണ് ഇന്ന്. അവ്യക്ത ബാബ്ദാദ നമുക്ക് വേണ്ടി ബീന ബെഞ്ചിയെ നിമിത്തമാക്കി അവ്യക്ത രൂപത്തിൽ എല്ലാവർക്കും രാഖി അണിയിച്ചു തരും. രക്ഷാബന്ധനത്തിന്റെ ഈ പ്രോഗ്രാമിൽ ആദ്യമായി 2 നിമിഷം വിശ്വരക്ഷകനായ ശിവബാബയുടെ സ്മൃതിയിലിരിക്കാം. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി ജാനകി എം നായർ അവർകളെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. या कुन्तेन्दु तुषारहार धवला या शुभ्रवस्त्रावृता या वीणा वरदण्ड मण्डितकरा या श्वेत पद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिर्देवैः सदा पूजिता सा मा पातु सरस्वती भगवती विशेषजाड्यापहा. തൻ്റെ മധുര സ്വരത്തിലൂടെ ഈശ്വര സ്മൃതിയിലേക്ക് നയിച്ച ജാനകി എം നായർ അവറുകൾക്ക് ഹൃദയംഗമായ നന്ദി. പവിത്രതയുടെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും മഹത്വം നിറഞ്ഞ രക്ഷാബന്ധന മഹോത്സവത്തിലേക്ക് വിശിഷ്ട അതിഥിയായ ബീന ബെഞ്ചിയെയും കൊല്ലം ജില്ലയിലെ ബ്രാഹ്മണ പരിവാരത്തെയും സ്വാഗതം ചെയ്യുന്നതിനായി ബ്രഹ്മകുമാരീസിന്റെ കൊല്ലം സേവാ കേന്ദ്രത്തിലെ നിമിത്ത സഹോദരിയായ രാജയോഗിനി ബ്രഹ്മകുമാരി രഞ്ജിനി ബെഹനെ ക്ഷണിക്കുകയാണ്. ഓം ശാന്തി.
രക്ഷാബന്ധനം പരിപാവനവും സ്നേഹം നിറഞ്ഞ ഒരു ഉത്സവമാണ്. ഭാരതത്തിൽ മാത്രമല്ല, എവിടെയെല്ലാം ഭാരതീയരുണ്ടോ അവിടെയെല്ലാം തന്നെ രക്ഷാബന്ധനം ആഘോഷിക്കാറുണ്ട്. സാധാരണ ബന്ധനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ദൂരെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ സ്നേഹത്തിന്റെ ഈ രണ്ട് ചരടുകൾ പരസ്പരം സമൂഹത്തിൽ സ്നേഹവും ഒരുമയും കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാരതീയ സംസ്കാരത്തെ ഒന്നും കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എപ്പോഴും രക്ഷാബന്ധനം വരുന്ന സമയത്ത് ആദരണീയായ റോസി ബഹൻജി ഓർമ്മിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ രക്ഷാബന്ധനം വരുന്ന സമയത്ത് റോസി ബഹൻജി വളരെ സ്നേഹത്തോടു കൂടി നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള രാഖി അയച്ചു തരുമായിരുന്നു. ചെന്നൈയിൽ നിന്ന് പോസ്റ്റ് കവറിൽ രാഖി ഇട്ടിട്ട് അതിനുള്ളിൽ വരദാനം കാർഡൊക്കെ വെച്ചിട്ട് അയക്കുമായിരുന്നു. അപ്പൊ അത് വരാൻ വേണ്ടി തന്നെ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു പാലന ബഹൻജിയുടെ ഈ ദിവസങ്ങളിൽ സ്മരിക്കാറുണ്ട്. ബഹൻജിയുടെ വിശാല മനസ്കതയും പാലനയും ആദരവോടുകൂടി സ്മരിക്കുകയാണ്. അങ്ങനെയുള്ള റോസി ബഹൻജിയുടെ പാലന അനുഭവിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ആരാധ്യയായ രാജയോഗിനി ബ്രഹ്മകുമാരി ബീനു ബഹൻജി. തൻ്റെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ബീനു ബഹൻജി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സമ്പർക്കത്തിൽ വന്നു. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം 1986 തൻ്റെ ജീവിതം ഈശ്വരീയ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു. വർത്തമാന സമയത്ത് ബ്രഹ്മകുമാരീസിന്റെ തമിഴ്നാടു, പുതുച്ചേരി, സൗത്ത് കേരള ബ്രാഞ്ചുകളുടെ സർവീസ് കോർഡിനേറ്ററാണ്. എല്ലാവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്ചാതുര്യമാണ് ബഹൻജിക്കുള്ളത്. വളരെ മധുരമായ രീതിയിലും സരളമായ രീതിയിലും ഹിന്ദിയും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുവാനുള്ള നൈപുണ്യം ബഹൻജിക്കുണ്ട്. ഒരുപാട് കമ്പനികളില്, ഫാക്ടറികളില്, ഇൻഡസ്ട്രികളില്, അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളില്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളില് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. പല പല TV ചാനലുകളിലും ബഹൻജിയുടെ പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. കോൺഫറൻസുകൾ, സെമിനാറുകൾ, ഇന്റർഫെയ്ത്ത് സെമിനാറുകളിലും കോൺഫറൻസുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, ദുബായ് എന്നീ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈശ്വരീയ സേവാർത്ഥം യാത്രകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും എല്ലാ വർഷവും ബഹൻജി ഇവിടെ വരാറുള്ളതാണ്. ഇന്നത്തെ ഈ സാഹചര്യം അനുസരിച്ച് ഓൺലൈനിൽ നമ്മോടൊപ്പം ചേരാം എന്നുള്ള വിശാല മനസ്സ് കാണിച്ചു. അങ്ങനെയുള്ള ആദരണീയായ ബഹൻജി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. आदरणीय बीनू बहन जी, मुझे बस इतना ही कहना है, आपके सोच में आत्मसम्मान की महक है, आपके सोच में आत्मसम्मान की महक है, आपके इरादों में हौसले की मिठास है, आपके नियत में सच्चाई का स्वाद है, आपके नियत में सच्चाई का स्वाद है। क्या और कहूं मैं, आपकी पूरी जिंदगी महकती हुई गुलाब है, महकती हुई गुलाब है। आपके महक से खिल उठे ये रूहानी बगिया, खिल उठे ये रूहानी बगिया। विश्व ज्योति भवन के आंगन की बगीचे के फूलों से संवारी हुई एक गुलदस्ता भेंट कर रही हूँ। स्वागत है, स्वागत है, स्वागत है। ओम शांति।
ओम शांति। सभी को ओम शांति। എല്ലാരും ഓം ശാന്തി പറയും. शांति। കൈ കാണിച്ച് ഓം ശാന്തി പറയും. हाँ, सभी हाथ हिला करके ओम എല്ലാരും കൈ शांति। ഉയർത്തി കൈ കാണിച്ചുകൊണ്ട് ഓം ശാന്തി പറയും. हमारी देवी बहन रंजनी, ज्योति बिंदु, सुधा बहन और आप सभी जिन्होंने इस प्रोग्राम में ऑनलाइन ज्वाइन किया है, सभी को चेन्नई शांतिधाम से बहुत बहुत याद प्यार। നമ്മുടെ ദൈവികമായ സഹോദരിമാര് ജ്യോതി ബിന്ദു സിസ്റ്റർ, സുധാ സിസ്റ്റർ, ജയപ്രകാശ് ഭായി, പിന്നെ അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ആരെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും തന്നെ വിശേഷിച്ച് ചെന്നൈയിൽ നിന്നും ശാന്തിധാമിൽ നിന്ന് സ്നേഹസ്മരണകൾ. मुझे ऐसा ही अनुभव हो रहा है कि मैं आप सभी के साथ कोल्लम में हूँ। हाँ, आपको भी ऐसा लग रहा है? बाबा के नए भवन में मैं कोल्लम में आप सभी के साथ हूँ। എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ദൂരെയാണെന്ന് തോന്നുന്നില്ല, നിങ്ങളോടൊപ്പം തന്നെ കൊല്ലത്ത് വന്നിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ? देखिए, हर वर्ष हम मिलते हैं आपस में। इस वर्ष कई भाई बहने मधुबन भी आए थे, लेकिन फिर गोल्डन जुबली में बिजी होने के कारण मिलना नहीं हुआ। लास्ट ईयर भी लॉकडाउन के कारण कोल्लम नहीं आ सके, इस वर्ष भी नहीं ट्रैवल कर सकते हैं, इसलिए ऑनलाइन मिल रहे हैं। കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാവരും പരസ്പരം കണ്ടിരുന്നു. കുറച്ചുപേരൊക്കെ മധുബനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മധുബനിൽ വന്നിട്ടും പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റി. എന്ത് ചെയ്യാനാണ്, ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയത് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓൺലൈനിലൂടെയുള്ള ക്ലാസ്സുകളിൽ കൂടി മാത്രമേ നമുക്ക് പരസ്പരം കാണാനും ഇങ്ങനെയൊക്കെ കൂടിച്ചേരാനും സാധിക്കുകയുള്ളൂ. तो हम सभी बाबा की मुरली आप सभी रोज सुनते हैं। हाँ, बाबा हमें देखिए, जैसे आज की मुरली में बाबा ने कहा कि हमें चिंता लग जानी चाहिए कि हमारी आत्मा को तमो प्रधान से सतो प्रधान बनाना है। മുരളി എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇന്നത്തെ മുരളിയിലും വിശേഷിച്ച് ബാബ പറഞ്ഞൊരു പോയിന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാകണം. ചിന്ത എന്താണ്? ആത്മാവിനെ, തമോ പ്രധാനമായിരിക്കുന്ന ആത്മാവിനെ സതോ പ്രധാനമാക്കി മാറ്റണം എന്ന ചിന്ത. तो सारा दिन हमेशा के लिए हमें चिंता रहनी चाहिए। देखिए, 2 दिन पहले की साकार मुरली में भी बाबा ने कितनी बार एक ही मुरली में कहा कि मुझे याद करो। അപ്പോൾ നമുക്ക് ഈ ചിന്ത നിരന്തരം ഉണ്ടായിരിക്കണം. സാഗര മുരളിയിലും ബാബ പറഞ്ഞിരുന്നല്ലോ, ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം, അതായത് നിരന്തരം ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്ത നമ്മളെ ബാധിക്കണം. तो हम सभी का योग का चार्ट अवश्य अच्छा ही होगा, क्योंकि अभी के समय अनुसार कम से कम 4 घंटा, 6 घंटा, 8 घंटा हमारा योग का चार्ट रहना चाहिए। നമ്മുടെ എല്ലാവരുടെ യോഗത്തിന്റെ ചാർട്ട് വളരെ നല്ലതായിരിക്കണം. വർത്തമാന സമയം അനുസരിച്ച് നമ്മുടെ യോഗത്തിന്റെ ചാർട്ട് കുറഞ്ഞത് 4 മണിക്കൂർ, അങ്ങനെ 8 മണിക്കൂറെങ്കിലും ആക്കിയിട്ടുണ്ടാകണം. तो पहले हमारा ऐसा था कि जब समय मिलेगा तो योग करेंगे, लेकिन अभी जैसे विनाश की परिस्थितियां सामने आ रही है, तो हमें कैसे भी करके कम से कम 4 घंटा, 6 घंटा बाबा की याद में रहना है। നേരത്തെ സമയം പോലെ അല്ല ഇപ്പോഴത്തെ സമയം. ഇപ്പൊ വിനാശത്തിന്റെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യോഗത്തിന്റെ ചാർട്ട് എന്ത് വന്നാലും കുറഞ്ഞത് 4 മണിക്കൂർ, അങ്ങനെ 6 മണിക്കൂറെങ്കിലും യോഗത്തിന്റെ ചാർട്ട് ആക്കിയിരിക്കണം. बस हम 1-2 बातों पर अटेंशन रखें।
जैसे रोज की साकार मुरली में हमें बाबा जो भी होमवर्क देते हैं, शिक्षाएं देते हैं, उसको हम अपने जीवन में धारण करें। ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മതി. ദിവസമുള്ള മുരളിയില് ബാബ നമുക്ക് എന്തെല്ലാം ഹോംവർക്ക് ആണോ തരുന്നത് അതിൽ അറ്റൻഷൻ കൊടുക്കണം, അത് നമ്മൾ ധാരണ ചെയ്യണം. और अवश्य आप सभी रोज अव्यक्त मुरली पढ़ते होंगे. हाँ, सभी के पास अव्यक्त मुरली के ट्रांसलेशंस भी है. अगर फुल मुरली नहीं पढ़ सके तो कम से कम 2-4 पेज मुरली पढ़े. അതുപോലെ തന്നെ അവ്യക്ത മുരളിയുടെ പഠനം എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? അവ്യക്ത മുരളി പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അവ്യക്ത മുരളിയുടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമുണ്ട്. മുഴുവൻ മുരളി ഒരു ദിവസം വായിച്ചില്ലെങ്കിലും ആ മുരളിയിൽ നിന്നും കുറച്ച് ഭാഗം എല്ലാ ദിവസവും തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. तो सारा दिन हमारे बुद्धि में बाबा की याद बनी रहे, उसके लिए कुछ छोटी छोटी युक्तियां हम अपने लाइफ में धारण करें. മുഴുവൻ ദിവസവും നമുക്ക് ബാബയുടെ ഓർമ്മ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ യുക്തികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ധാരണയിൽ കൊണ്ടുവരണം. से देखिए, बाबा ने 5 स्वरूप का ड्रिल का अनुभव हमें करने को बोला है. तो एक दिन में कम से कम 8-10 बार हम ये ड्रिल की प्रैक्टिस करें. ഇപ്പോൾ ബാബ നമുക്ക് 5 സ്വരൂപത്തിന്റെ അഭ്യാസം ചെയ്യാനായിട്ട് പറയുന്നുണ്ടല്ലോ. 5 സ്വരൂപത്തിന്റെ അഭ്യാസം തന്നെ ഒരു ദിവസത്തില് കുറഞ്ഞതൊരു 8 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. बाबा ने हमारे सामने 3 बातों का लक्ष्य रखा है. हमें संगम युगी फरिश्ता बनना है, ब्रह्मा बाप समान फरिश्ता बनना है. ബാബ നമുക്ക് 3 വിഷയങ്ങളുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതില് ആദ്യത്തേത് ഇതാണ്: നമുക്ക് എല്ലാവർക്കും ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഫരിസ്തയായി മാറണം. बनना है ना, सभी बन रहे हैं ना, पुरुषार्थ कर रहे हैं ना. അങ്ങനെയാണല്ലോ അല്ലെ? നമുക്ക് എല്ലാവർക്കും ഫരിസ്തയാകണ്ടേ? പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? दूसरा, हमें अपने घर परम धाम जाने की तैयारी करनी है. രണ്ടാമത്തേത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടായ പരംധാമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. सभी तैयार है ना जाने के लिए? എല്ലാവരും റെഡിയാണോ? ഒന്ന് കൈ കാണിക്കൂ. के लिए എല്ലാരും റെഡിയാണോ പോകാനായിട്ട്? हाँ, तो हमें जाने के लिए सतो प्रदान बनना है, 24 कैरेट गोल्ड बनना है. तो उसके लिए अभी थोड़ा सा टाइम हमारे पास है. അതിനുവേണ്ടി നമുക്ക് സദോ പ്രധാനാകണം, 24 ക്യാരറ്റിന്റെ ഗോൾഡ് ആകണം. സമയം വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് സമയമേ നമ്മുടെ അടുത്തുള്ളൂ. फिर बाबा हमें परम धाम में थोड़े समय की रेस्ट देंगे. उसके पश्चात फिर हमें सतयुगी नई दुनिया में जाकर के राज्य करना है. പിന്നെ ആദ്യമേ നമുക്ക് പരംധാമത്തിലേക്ക് പോകണം. അവിടെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സുഖധാമിലേക്ക്, സത്യുഗത്തിലേക്ക് പോകണമല്ലോ. तो सतयुग में जब हम देवी देवता बनेंगे तो हमारे में सर्व गुण संपन्न, 16 कला संपूर्ण, हमें निर्विकारी बनना है. तो ये सब हमारा पुरुषार्थ थोड़ा अभी फास्ट स्पीड में चलाना है. സത്യുഗത്തിൽ നമ്മളെ ദേവീ ദേവതയാകുമ്പോൾ നമുക്ക് സർവഗുണ സമ്പന്നനാകണം, 16 കല സമ്പൂർണരാകണം, നിർവികാരിയായി മാറണം. അപ്പൊ നമ്മുടെ പുരുഷാർത്ഥം എങ്ങനെയായിരിക്കണം? കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വേണമല്ലോ പുരുഷാർത്ഥം ചെയ്യേണ്ടത്. तो सभी अभी फ्लाइंग स्टेज में है ना? എല്ലാരും ഇപ്പൊ എങ്ങനെയാണ്? പറക്കുന്ന അവസ്ഥയിലാണോ? പറക്കുന്ന കലയിലാണോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്? देखिए, हमारा 63 जन्मों का हिसाब किताब भी हमें पूरा करना है. वो कितनी आत्माओं से, कितने स्वरूप से हमने हिसाब किताब बनाया है, हमको पता नहीं है.
लेकिन अभी योग बल द्वारा सब हिसाब किताब चुकतू करना है. നമുക്ക് നമ്മുടെ കർമ്മക്കണക്കുകളെയും തീർക്കണമല്ലോ. 63 ജന്മങ്ങളിലെ കണക്കുകളുണ്ട്. ആ കണക്കുകളെല്ലാം വീട്ടുകയും വേണം. അതും യോഗബലം കൊണ്ട് വേണം നമ്മുടെ ഇത്രയും ജന്മങ്ങളിലെ കർമ്മക്കണക്കുകളെല്ലാം തീർക്കേണ്ടത്. तो मैं एक छोटी सी प्रैक्टिस करती हूँ, वो प्रैक्टिस आपके सामने रखती हूँ. आप में से भी कोई करते होंगे शायद, हाँ, लेकिन मुझे इससे बहुत फायदा होता है, तो मैं आप सभी के साथ शेयर करना चाहती हूँ. ഞാൻ എൻ്റെ ഒരു ചെറിയ അഭ്യാസം നിങ്ങളോട് പറയാം. ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാറുള്ളതാണ്. നിങ്ങളിൽ പലരും ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. छोटी छोटी बातें हैं, लेकिन इससे हमारे सबकॉन्शियस माइंड में जो मेमोरीज है, जो कई मनुष्यों की याद है, वो जो हमें डिस्टर्ब करता है, वो क्लियर करने का एक बहुत सिंपल तरीका हो सकता है. ഇതൊരു ചെറിയൊരു വിഷയമാണ്, ചെറിയ കൊച്ചു കാര്യമാണ്. നമുക്കറിയാലോ, നമ്മുടെ മനസ്സിനുള്ളില് പലരുടെ സ്മൃതികൾ വരാറുണ്ട്, പല ദേഹധാരികളുടെ ഓർമ്മ വരാറുണ്ട്. അപ്പൊ ആ സ്മൃതികളെ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ ചെറുതും വളരെ സൂക്ഷ്മവുമായിട്ടുള്ള ഒരു പുരുഷാർത്ഥമായിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. हाँ, मैंने भी मधुबन के एक क्लास में सुना था, और जो बहन सुना रही थी उन्होंने इसका काफी एक्सपीरियंस किया था. उसके आधार पर वो अपना अनुभव शेयर कर रही थी. ഞാൻ ഈ ക്ലാസ് മധുബനിലെ ആണ് കേട്ടത്. മധുബനിലെ ഒരു ക്ലാസ് ആണ്. അപ്പൊ ഈ ക്ലാസ് എടുത്തിരുന്ന ആ ഒരു സിസ്റ്ററും തന്റെ അനുഭവത്തിന്റെ ആധാരത്തില് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആ ക്ലാസ് എടുത്തത്. इसमें 3 पार्ट्स है. फर्स्ट पार्ट है थैंक्स गिविंग, शुक्रिया करना. ഇതില് 3 ഭാഗങ്ങളുണ്ട്. അതില് ആദ്യത്തെ ഭാഗം താങ്ക്സ് ഗിവിംഗ് ആണ്, അതായത് നന്ദി പറയുക. सो जैसे हम अपना ब्राह्मण जीवन देखें, तो जब से हम बाबा के बच्चे बने हैं, जब से हमने कोर्स किया, बाबा की मुरली सुन रहे हैं, तब से ब्राह्मण जीवन में मुझे कितनी आत्माओं ने मदद किया है. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബ്രാഹ്മണ ജീവിതം തന്നെ നോക്കാം. എന്ന് നമ്മൾ ബാബയുടേതായി മാറി ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വന്നു, കോഴ്സ് എടുത്തു, ബാബയുടെ കുട്ടിയായി മാറി, അന്ന് മുതല് നമുക്ക് ഈ ബ്രാഹ്മണ ജീവിതത്തില് ആരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നമുക്ക് ആദ്യം നന്ദി പറയാം. जैसे अगर हमें योग में कैसे बैठना चाहिए, योग में व्यर्थ संकल्प आते हैं तो क्या करना चाहिए, तो हमने कितनी बहनों का, माताओं का, भाइयों का सहयोग ये सब में लिया है. जो भी धारणाएं हैं उस पर चलने की विधि क्या होनी चाहिए, वो भी कितने लोगों ने अपने अनुभवों से हमें सुनाया है. ഇപ്പൊ യോഗത്തിൽ ഇരിക്കുന്ന വിധി തന്നെ, നമ്മൾ എങ്ങനെയാണ് യോഗം ചെയ്യേണ്ടത്, യോഗത്തിൽ എങ്ങനെ ഇരിക്കണം, അതൊക്കെ നമുക്ക് ആരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ, എത്ര സിസ്റ്റേഴ്സ്, എത്ര അമ്മമാര്, ബ്രദേഴ്സ്, അതിലൊക്കെ നമുക്ക് സഹയോഗം തന്നിട്ടുണ്ട്. പിന്നെ ചില മുഖ്യമായിട്ടുള്ള ധാരണകളുണ്ട്. ആ ധാരണകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അതിനെക്കുറിച്ച് നമുക്ക് തന്റെ അനുഭവത്തിന്റെ ആധാരത്തിൽ പറഞ്ഞു തന്ന ഒരുപാട് ബ്രദേഴ്സ് ഉണ്ടാകും, മാതാസ് ഉണ്ടാകും, സിസ്റ്റേഴ്സ് ഉണ്ടാകും. അവരെയൊക്കെ ഒന്ന് നമുക്ക് ഇന്ന് നോക്കാം. को हम मधुबन जाते हैं, हमारी वरिष्ठ दादियां, वरिष्ठ भाइयों से, मधुबन निवासियों से हमें कितनी पालना मिली है, बाबा हमें कितनी मदद करता है. അപ്പോൾ നമ്മൾ മധുബനിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ദാദിമാരിൽ നിന്നും, മുതിർന്ന സഹോദരന്മാര്, മുതിർന്ന സിസ്റ്റേഴ്സ്, അവരിൽ നിന്നൊക്കെ നമുക്ക് എത്രത്തോളം പാലന കിട്ടാറുണ്ട്. तो बाबा एक एक इंसिडेंट्स को हम याद करें, एक एक आत्मा ने मुझे कैसे सहयोग दिया,
एक एक सेकंड में उन सबको याद करके दिल से उनका शुक्रिया करें. അപ്പോൾ ആ ഓരോരോ സന്ദർഭങ്ങൾ നമ്മളൊന്ന് സ്മരിച്ചു നോക്കണം. ഓരോ വ്യക്തിയെ നമ്മൾ സ്മരിച്ചു നോക്കണം. ആ ഓരോ വ്യക്തിക്കും ഓരോ നിമിഷം എടുത്ത് നമ്മൾ ഹൃദയത്തിൽ നിന്നും നന്ദി പറയണം. ऐसा जब हम 15 मिनट, हाफ एन आवर ऐसा कंटिन्यूअस करेंगे तो बहुत गुड फीलिंग्स आती है. ഇങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തുകൊണ്ട് ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിലും നല്ലൊരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. तो इसलिए बाबा हमें कहते हैं जो भी यादें हैं हमारे मन में, ये भी एक हिसाब किताब बनता है ना. भले हम ब्राह्मण परिवार हैं, फिर भी एक दूसरे को सहयोग देते हैं, लेकिन शुक्रिया कहने से वहां वो पूरा हो जाता है. നമ്മളെല്ലാവരും ബ്രാഹ്മണരാണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹയോഗം കൊടുക്കുകയും സഹയോഗം എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സഹയോഗവും നമുക്കിടയിൽ ചെറിയ കണക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണെങ്കിൽ ആ കണക്കുകളെല്ലാം തന്നെ അവിടെ സമാപ്തമാകും. वैसे हमें ब्राह्मण अलौकिक जीवन, फिर लौकिक जीवन को भी याद करना चाहिए. हमारे पेरेंट्स, हमारे परिवार वालों ने, हमारे टीचर्स ने कितनी हमें पालना दी है, उन सब का भी दिल से शुक्रिया बार बार करना चाहिए. അലൗകിക പരിവാരം കഴിഞ്ഞാൽ പിന്നെ ലൗകിക പരിവാരം എടുക്കണം. ലൗകിക പരിവാരത്തിലും നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, പിന്നെ മറ്റുള്ളവര് എത്രമാത്രം അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, സഹയോഗം തന്നിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും തന്നെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയണം. इसमें सेकंड स्टेप है, हम सभी से भी अभी तक भी छोटी छोटी भूलें होती है, तो हम चाहते नहीं है, लेकिन हमारे भूलों से किसी को हर्ट होता है, किसी को दुख पहुंचता है. हम चाहते नहीं है लेकिन हो जाता है, तो उन सभी से हमें क्षमा मांगना चाहिए. പിന്നെ അടുത്തത് നമ്മുടെ തെറ്റുകളാണ്. ചില തെറ്റുകളൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അറിയാതെ സംഭവിച്ചു പോകുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ ഉണ്ടാകും. അപ്പൊ ആർക്കെങ്കിലും അതുകൊണ്ട് ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഹൃദയത്തിൽ നിന്നും അവരോട് നമ്മൾ സോറി പറയണം. വേദനിപ്പിച്ചവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം. हाँ, तो हमें वो इंसिडेंट्स, वो व्यक्ति, चलो जाने अनजाने किसी भी कारण से कुछ भी हो गया, नो प्रॉब्लम, सॉरी, फिनिश्ड, ड्रामा. അറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം, നമ്മളൊന്നും അറിഞ്ഞിട്ടുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും അഥവാ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? ഒന്നുമില്ല, അത് കഴിഞ്ഞത് കഴിഞ്ഞു, ഡ്രാമ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അങ്ങനെ വേണം എടുക്കേണ്ടത്. आज भी देखो, आज की मुरली में भी बाबा ने बोला, ड्रामा में जो भी है सब बना बनाया है. ड्रामा इज ड्रामा. ഇന്നത്തെ മുരളിയിലും ബാബ പറഞ്ഞ ഇതാണ്, എന്ത് നടക്കുന്നുണ്ടോ അത് ഡ്രാമയാണ്, എന്ത് നടന്നാലും അത് ഓൾറെഡി നിർമ്മിച്ചു വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഡ്രാമ തന്നെയാണ്. सो सभी एक एक आत्मा को हम इमर्ज करके हम उनसे क्षमा मांगे, तो क्या होगा, हमारे सबकॉन्शियस माइंड में, कॉन्शियस माइंड में जो भी देखिए, हम बाबा की याद में बैठते हैं, अचानक कोई बात कहाँ से याद आ जाती है, हमको डिस्टर्ब करती है. वो सब बातें थोड़ा क्लियर होने का ये एक तरीका है. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം. കാരണം എന്തെന്നാൽ നമ്മളെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഈ വിഷയങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ എന്തായി, അവർക്കിടയിലുള്ള എന്തെങ്കിലും കണക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിക്കോളും. और इसका थर्ड स्टेप है, समझो किसी भी सिचुएशन में किसी का कुछ बिहेवियर मुझे हर्ट करता है, मुझे दुख देता है, मना वो मैं भूल नहीं पाती हूँ, वो बात इंसिडेंट ऐसे याद आती रहती है, किसी ने ऐसा किया, क्यों ऐसा किया, इनको ऐसा नहीं करना चाहिए, वो 10 साल पहले 20 साल पहले की भी बातें याद आती है. तो उन सभी को, इंसिडेंट्स को, व्यक्ति को याद करके हम उन सभी को क्षमा कर देवे. അപ്പോൾ ഇങ്ങനെ ഇതൊരു മൂന്നാമത്തെ സ്റ്റേജ് ആണ് അതിന്റെ. നമുക്ക് മുന്നിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, അത് വിഷയങ്ങളാകാം, ചില വ്യക്തികളാകാം. അപ്പൊ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൽ നിന്ന് അവരെ ക്ഷമിക്കണം. അവര് ചെയ്തിട്ടുള്ള ആ തെറ്റുകൾ നമുക്ക് വേദന തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ഷമിക്കണം. ये सब करते समय हमें बाबा को जरूर साथ में रखना है. हाँ, क्योंकि ये सब करने की शक्ति हमें बाबा से मिलेगी. तो बाबा आगे है, मैं बाबा के पीछे हूँ, और ऐसे स्क्रीन पर ये सब आ रहा है और क्षमा क्षमा करते जाना है. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ബാബയെ ഓർമ്മിക്കണം, ബാബയെ തന്റെ കൂടെ നിർത്തണം, ബാബയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മുന്നില് സ്ക്രീനില് ആ വിഷയങ്ങള്, ആ വ്യക്തി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം ക്ഷമിക്കേണ്ടത്. तो इसमें टाइम बहुत लगेगा. हाँ, ये अभी थैंक्स गिविंग का प्रोसेस भी 1-2 घंटे में पूरा नहीं होगा. 1 दिन, 5 दिन, 3 दिन भी लगेगा. तो हमारे पास 2 चॉइसेस है, या तो हम हफ्ते में 1 दिन, पूरा दिन हम मन से, दिल से शुक्रिया करते जाएं, या तो हर रोज 1 घंटा इसके लिए देवे कि हम जब योग में बैठते हैं तो ऐसे संकल्प रख करके बाबा को साथ में रख के ये करेंगे. ഇത് കുറെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും, 3 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ആ ഒരു ദിവസം നമ്മള് ബാബയെ ഓർക്കാൻ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ അതെല്ലാം മുന്നിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ബാബയെ കൂട്ടുപിടിച്ചുകൊണ്ട്, ബാബയെ ഓർമ്മിച്ചുകൊണ്ട് താങ്ക്സ് പറയണം, ക്ഷമിക്കേണ്ടവരെയൊക്കെ നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു സമയം നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ऐसा 10-15 दिन करेंगे तो हमें बहुत हल्कापन महसूस होगा. ये जैसे हमारे बुद्धि पर बोझा है, ये मेमोरीज नहीं होनी चाहिए. तो जो नहीं होना चाहिए वो रखा तो उसका बोझा जरूर होगा ना. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 15 ദിവസം 20 ദിവസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ബുദ്ധിയിൽ കുറെ ഭാരമുണ്ടല്ലോ, ആ ഭാരമെല്ലാം കുറയും, നമ്മുടെ മനസ്സ് വളരെയധികം ലൈറ്റ് ആകും, നമുക്ക് നന്നായിട്ട് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാനും സാധിക്കും. इससे क्या होगा कि हम भूल भी सकेंगे. नहीं तो हम भूल नहीं पाते हैं. जब हम फॉरगिव करेंगे या हम फॉरगिवनेस मांगेंगे तभी हम वो बात को फॉरगेट कर सकेंगे. നമുക്ക് ആ വിഷയങ്ങൾ മറക്കാനും സാധിക്കും. പലപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മെത്തേഡ് ഒന്ന് ശീലമാക്കുകയാണെങ്കിൽ ആ വിഷയങ്ങളെല്ലാം മറക്കാനും പറ്റും, ക്ഷമിക്കാനും പറ്റും. 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. क्योंकि हमें ब्रह्मा बाप समान फरिश्ता बनना है, तो फरिश्ते को सब ये सब फ्री करके लाइट होकर के उड़ना है.
കാരണം നമുക്ക് എല്ലാവർക്കും ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിസ്തയായി മാറണം. അപ്പൊ ഫരിസ്ത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിൽ നിന്ന് ഫ്രീ ആക്കി നമ്മളെല്ലാവരും ഭാരരഹിതമായിട്ട് വേണം നമുക്ക് എല്ലാവർക്കും പറക്കണ്ടേ. हमें घर परम धाम जाना है, तो आत्मा में ये जो एलॉय भरा हुआ है वो सब निकाल करके जाना है. നമ്മുടെ വീടായ പരംധാമത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകണം. അപ്പൊ ആത്മാവിന്റെ ഉള്ളിൽ എന്തൊക്കെ ലോഹങ്ങൾ കലർന്നിരിപ്പുണ്ടോ, അലോയ്സ് ഉണ്ടോ, അതെല്ലാം പുറത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പറക്കേണ്ടത്. फिर हमें सतयुगी संस्कार धारण करने हैं, तो अष्ट शक्तियां हमारे पास होनी चाहिए, वो हर कर्म में यूज करना है. तो ये सभी बातों की धारणा हमारे में आती जाएगी. പിന്നെ നമ്മളില് നമുക്ക് ദേവതാ സംസ്കാരം വരണം, സത്യയുഗത്തിൽ അഷ്ടശക്തികൾ വരണം, എല്ലാ ഗുണങ്ങളും നമ്മുടെ ഉള്ളില് ധാരണയാവണം. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ. നമ്മുടെ കർമ്മത്തിൽ എല്ലാ ശക്തികളെ എല്ലാ ഗുണങ്ങളെയും നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരണം, ധാരണയായിട്ട് മാറും. तो वैसे अगस्त महीने में हम सभी आदरणीय दादी प्रकाश मणि जी को याद करते हैं. हाँ, मधुबन से दादी जी की बहुत सारी विशेषताएं भी आई है और वो हम सभी रोज क्लास में भी सुन रहे हैं. ഓഗസ്റ്റ് മാസം ആദരണീയായ ദാദി പ്രകാശ് മണിജിയുടെ സ്മൃതി ദിനത്തിന്റെ മാസമാണ്. ദാദിജിയുടെ വിശേഷതകള് ഒക്കെ നമുക്ക് മധുബനിൽ നിന്ന് പോയിന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ കേൾക്കുന്നുമുണ്ട്. सभी सुन रहे हैं ना? हाँ, आप में से कईयों ने दादी प्रकाश मणि को देखा भी होगा, क्योंकि उन्होंने 25 अगस्त 2007 में शरीर छोड़ा. कई भाई बहने उसके बाद आए होंगे. सो दादी जी के बारे में सुनते हैं, पढ़ते हैं, कई वीडियोस भी देखते हैं. നിങ്ങളില് പലരും ദാദിജിയെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോ ദാദിജിയുടെ മധുബനിൽ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാകും. ദാദിജി ഓഗസ്റ്റ് 25-നാണ് ദാദിജിയുടെ ദേഹം വെടിഞ്ഞ ദിവസം സ്മൃതി ദിനം വരുന്നത്. അപ്പൊ ദാദിജിയുടെ ക്ലാസ്സുകള്, ദാദിജിയുടെ അനുഭവങ്ങള്, ഇതെല്ലാം പല പല കാസറ്റുകളായിട്ട് നമുക്ക് പല ക്ലാസ്സുകൾ, വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടും ഉണ്ടാകുമല്ലോ. देखिए दादी जी का स्पिरिचुअल ऑरा, पावर ऑफ प्यूरिटी, कितना तपस्या का बल. हाँ, ऐसे योग युक्त दादी जी को हमें फॉलो करना है, हर कदम में उनके जैसा बनना है. ദാദിജിയുടെ തപശക്തി, ദാദിജിയുടെ സ്പിരിച്വൽ ഓറ, ഇതെല്ലാം നമ്മൾ അനുകരിക്കണം. ദാദിജി എങ്ങനെ ത്യാഗം ചെയ്തു, എങ്ങനെ തപസ് ചെയ്തു, ആ ദാദിജിയുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതാണ്. मैं कुछ बातें दादी जी के बारे में आप सबके सामने रखती हूँ. दादी जी जब बाबा के पास 1936 में आए थे, तो दादी प्रकाश मणि और मम्मा दोनों स्कूल फ्रेंड्स थे. കുറച്ച് ദാദിജിയുടെ അനുഭവങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. ദാദിജി ബാബയുടെ അടുത്ത് എത്തിയ സമയത്ത് 1936 ദാദിജിയും മമ്മയും രണ്ടുപേരും സ്കൂളില് കൂട്ടുകാരായിരുന്നു, സ്കൂൾ ഫ്രണ്ട്സ് ആയിരുന്നു. एक ही स्कूल में, एक ही क्लास में, एक ही बेंच पर बैठते थे. इतने अच्छे फ्रेंड्स थे. ഒരേ സ്കൂളില്, ഒരേ ക്ലാസ്സില്, ഒരേ ബെഞ്ചിൽ ഇരുന്നാണ് അവര് പഠിച്ചത്. അത്ര വളരെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അവര്. फिर ज्ञान में आने के पश्चात भी अच्छे फ्रेंड्स बन गए और हमेशा बाबा के साथ ज्ञान का चिंतन, ज्ञान की चर्चा, योग का अनुभव. हाँ, दादी जी का ज्यादा समय इसी में जाता था. ജ്ഞാനത്തിൽ വന്നതിന് ശേഷം നല്ല കൂട്ടുകാരായി.
പരസ്പരം ജ്ഞാനം ചർച്ച ചെയ്യുന്നു, ബാബയോടൊപ്പം ഇരുന്ന് ജ്ഞാനം ചർച്ച ചെയ്യുന്നു, യോഗത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ദാദിജിയുടെ കൂടുതൽ സമയം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തന്നെ ചിലവഴിക്കുമായിരുന്നു. ये दादी जी का फोटो देखिए, इसमें हमारी सभी कई दादियां हैं, क्योंकि जब पाकिस्तान से 1950 में इंडिया में आए थे तो उस समय 375 बहनें और भाई थे। तो भाई तो कम थे लेकिन सभी बहनें माताएं थी, तो सभी अपना सामान पैक करके, पर्सनल लगेज, यज्ञ का सामान, ऐसे हमारी दादियों का जीवन त्याग और तपस्या मूर्त रहा है। ഈ ഫോട്ടോയിലേക്ക് നോക്കൂ, ഇതിലെല്ലാ ദാദിമാരും ഉണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള ചിത്രമാണ്. അപ്പോൾ അവിടെ 375 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതില് സഹോദരന്മാർ കുറവായിരുന്നു, സഹോദരിമാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അവരുടെ പേഴ്സണൽ സാധനങ്ങള്, പിന്നെ യജ്ഞത്തിന്റെ സാധനങ്ങള്, അതൊക്കെയാണ് പാക്ക് ചെയ്ത് ലഗേജ് ആയിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ത്യാഗം, തപസ്, ഇവര് ത്യാഗമൂർത്തികളായിരുന്നു, തപസ്വി മൂർത്തികളായിരുന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. फिर 1952 से लेकर जब भी दादियों को बाबा ने सेवा पर भेजा तो प्रकाशमणि दादी जी को बॉम्बे में सेवा के लिए भेजा. 1952 ദാദിമാരെയൊക്കെ ബാബ പല സ്ഥലത്തേക്കും സേവനത്തിനായിട്ട് അയച്ച സമയത്ത് ദാദിജിയായിരുന്നു സേവനത്തിന് വേണ്ടി ബോംബെയിലേക്ക് അയച്ചത്. देखिए हमारी दादी जी कितना उमंग उत्साह भरी, हाँ, कितना लाइट और माइट से भरपूर आत्मा. हाँ, सारे यज्ञ का एडमिनिस्ट्रेशन दादी जी की जिम्मेवारी थी, लेकिन फिर भी बाबा मेरे साथ है, बाबा करा रहा है. इतना हल्कापन, सब कुछ बाबा को देख करके कितना उमंग उत्साह. നോക്കിയേ, ദാദിജിയെ കണ്ടില്ല, എത്ര ഉന്മേഷം, എത്ര ഉത്സാഹം. ലൈറ്റിന്റെയും മൈറ്റിന്റെയും മൂർത്തിയായിരുന്നു ദാദിജി. ദാദിജി ആയിരുന്നു അത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയത്. അപ്പൊ ഇത്രയും വലിയ സംഘടനയുടെ അഡ്മിനിസ്ട്രേഷൻ വഹിച്ചുകൊണ്ടും ദാദിജി ആ സമയത്ത് വളരെ ലൈറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ദാദിജി എപ്പോഴും പറഞ്ഞിരുന്നത് ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബാബയാണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ദാദി ലൈറ്റ് ആയിട്ടിരിക്കും, എല്ലാവരെയും ലൈറ്റ് ആക്കും, സ്വയം ഉന്മേഷ ഉത്സാഹത്തിലിരിക്കും, എല്ലാവരിലും ഉന്മേഷ ഉത്സാഹം നിറയ്ക്കുകയും ചെയ്യും. 1950s में जो फर्स्ट डेलीगेशन जापान और हांगकांग सेवा पर गया था, उसमें भी प्रकाशमणि दादी, रतन मोहिनी दादी को बाबा ने भेजा. ऐसे हर बड़ी सेवा में बाबा दादी जी को हमेशा आगे रखता था. ഫസ്റ്റ് ഡെലിഗേഷൻ 1950s ജപ്പാൻ ഹോങ്കോങ്ങിൽ നടന്ന സമയത്ത് ബാബ ദാദിജിയെയും രത്തൻ മോഹിനി ദാദിജിയും ആണ് അയച്ചത് അവിടേക്ക്. അപ്പൊ അങ്ങനെ മുഖ്യമായിട്ടുള്ള യജ്ഞത്തില് വരുന്ന സേവനങ്ങളിലെല്ലാം തന്നെ ബാബ ദാദിജിയെ മുന്നിൽ വെക്കുമായിരുന്നു. 1969 में 18 जनवरी को जब ब्रह्मा बाबा ने शरीर छोड़ा तो भी हम सभी ने सुना है कैसे प्रकाशमणि दादी के हाथ में हाथ देकर बाबा ने यज्ञ की जिम्मेवारी, विल पावर सब दादी जी को दिया. നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ളതാണ് 1969 ജനുവരി 18 ബ്രഹ്മ ബാബ ദേഹത്യാഗം നടത്തിയ ദിവസം ദാദിജിയുടെ കൈ പിടിച്ചുകൊണ്ട് ബാബ തന്റെ ശക്തി മുഴുവൻ ദാദിക്ക് കൊടുത്തുകൊണ്ട് യജ്ഞത്തിന്റെ ചുമതല മുഴുവനും ബ്രഹ്മ ബാബ ദാദിജിയെയാണ് ഏൽപ്പിച്ചത്, സമർപ്പിച്ചത്. उसके पश्चात हमारी प्रकाशमणि दादी, दीदी मनमोहिनी, इन दोनों ने मिलकर के यज्ञ का कारोबार संभाला और एक्चुअली यज्ञ का ग्रोथ और डेवलपमेंट बाबा के अव्यक्त होने के पश्चात बहुत फास्ट स्पीड से हुआ. അങ്ങനെ ദാദിജിയും അതുപോലെ തന്നെ മൻമോഹിനി ദീദിജിയും രണ്ടുപേരും കൂടി ചേർന്നായിരുന്നു യജ്ഞത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്.
ബ്രഹ്മബാബ അവ്യക്തമായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ യജ്ഞം വളരെ നന്നായിട്ട് വളരെ ഫാസ്റ്റ് ഗതിയിൽ പുരോഗതി പ്രാപിച്ചത്. सो ऐसी हमारी आदरणीय दादी जी जो चेन्नई तमिलनाडु भी बहुत बार आई है, चेन्नई, मदुरई, ऊटी, हाँ सेलम, कृष्णगिरी से ट्रिवांडम में भी दादी जी आए हैं. हाँ, तो ऐसी आदरणीय दादी जी को हम अवश्य फॉलो करेंगे. ഇങ്ങനെയുള്ള ദാദിജി ചെന്നൈയില്, തമിഴ്നാട്ടില് പല സ്ഥലങ്ങളില്, മധുരൈ, ഊട്ടി, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും സ്നേഹം നിറഞ്ഞ മധുരമായിരിക്കുന്ന ഈ ദാദിജിയെ നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കും. ഈ ദാദിജിയെ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. मैं अपने को बहुत भाग्यशाली समझती हूँ कि मैं बचपन से ज्ञान में होने के कारण जब भी मधुबन जाती थी तो हमेशा दादी जी से, दीदी जी से मिलती थी. उनकी बहुत प्यार भरी पालना मिलती थी. എനിക്ക് ദാദിജിയോടൊപ്പം നല്ല അനുഭവങ്ങളുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ജ്ഞാനത്തിൽ വന്നത് കാരണം എപ്പോ മധുബനിൽ പോകുന്ന സമയത്തും ഞാൻ ദാദിജിയെ കാണാൻ പോകും. അതേപോലെ തന്നെ മൻമോഹിനി ദീദിജിയെ കാണാൻ പോകും. അവരുമായിട്ട് ഞാൻ മിലനം നടത്താറുണ്ട്. അപ്പൊ അവര് നല്ല സ്നേഹം തരുമായിരുന്നു. സ്നേഹം നിറഞ്ഞ ദൃഷ്ടി തന്ന് എനിക്ക് വളരെയധികം പാലനകൾ നൽകിയിട്ടുണ്ട്. और दादी जी जब भी कहाँ भी जाती थी तो बॉम्बे में गामदेवी सेंटर पर आती थी, क्योंकि उस समय बॉम्बे में थोड़े सेंटर्स थे और फ्लाइट में आना जाना भी नहीं होता था. ദാദിജി എപ്പോൾ ബോംബെയിൽ വന്നാലും ഗാംദേവി സെന്ററിൽ വരുമായിരുന്നു. അന്നത്തെ കാലത്ത് അത്രയും സെന്ററുകളൊന്നും ബോംബെയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഫ്ലൈറ്റിലായിരുന്നില്ല വരുന്നതും പോകുന്നതും ഒക്കെ ചെയ്തിരുന്നത്. तो जब भी दादी जी को कहीं जाना है तो मधुबन से, अहमदाबाद से बॉम्बे आकर फिर बॉम्बे से ट्रेन चेंज करके दूसरे स्थान पर जाना है. എപ്പോ ദാദിക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് വരുമ്പോൾ ദാദിജി മധുബനിൽ നിന്ന് വരുമ്പോൾ ബോംബെയിൽ വരുമായിരുന്നു. ആദ്യം അഹമ്മദാബാദിൽ നിന്ന് ട്രെയിനിൽ വരും. ബോംബെയിൽ വന്നതിന് ശേഷം ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് പിടിച്ചിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. और मैं भी कॉलेज पढ़ते समय गामदेवी सेंटर पर ही जाती थी. बाबा की मुरली सुनने, सेवा करने, योग करने गामदेवी सेंटर पर जाती थी. ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗാംദേവി സെന്ററിലാണ് പോയിക്കൊണ്ടിരുന്നത്. മുരളി കേൾക്കുന്നതിന് വേണ്ടി, യോഗം ചെയ്യാനായിട്ട്, സേവ ചെയ്യാനൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഗാംദേവി സെന്ററിലായിരുന്നു. तो दादी जी एवरी 2 months आती थी, क्योंकि उनको कहाँ ना कहाँ जाना होता था. तो जब भी दादी जी आती थी तो बहुत उनके साथ रहने का, सेवा करने का बहुत मौका मिलता था. ഒരു 2 മാസം കൂടുമ്പോൾ ദാദിജി ബോംബെയിൽ തീർച്ചയായിട്ടും വരുമായിരുന്നു. കാരണം പല സ്ഥലത്തും യാത്രയായിട്ട് പോകേണ്ടതായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ദാദിജി എപ്പോഴൊക്കെ ബോംബെയിൽ വന്നിരുന്നു അപ്പോഴെല്ലാം തന്നെ ദാദിജിയോടൊപ്പം ചിലവഴിക്കാനും ദാദിജിയോടൊപ്പം സേവനങ്ങൾ ചെയ്യാനുള്ള സുവർണ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. तो दादी जी मुझे गाइड भी करती थी स्पिरिचुअल स्टडी में, लेक्चर्स प्रिपेयर करने में, ज्ञान की पॉइंट्स की धारणा करने में, कैसे आगे बढ़ना चाहिए. दादी जैसे बहुत ही अच्छा गाइडेंस देती थी. നല്ല രീതിയിൽ ദാദിജി എനിക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ട്. സ്പിരിച്വൽ സ്റ്റഡീസ് എങ്ങനെ ചെയ്യണം, പിന്നെ ലെക്ചറുകളൊക്കെ, പ്രഭാഷണങ്ങൾ എങ്ങനെ ചെയ്യണം, ജ്ഞാനത്തിന്റെ പല പല പോയിന്റുകൾ ജീവിതത്തിൽ എങ്ങനെ ധാരണ ചെയ്യണം, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന് എനിക്ക് നല്ല ഗൈഡൻസ് ദാദിജി തന്നിട്ടുണ്ട്. एक्चुअली मुझे ऐसा ये था कि ग्रेजुएशन पूरा करके मुझे बाबा के यज्ञ में समर्पित होके सेवाएं करनी है, लेकिन फिर लौकिक परिवार के तरफ से थोड़ा बंधन भी था. तो दादी जी ने मुझे गाइड किया कि 2 वर्ष और स्टडी करो. ശരിക്കും എനിക്ക് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സമർപ്പണമാകണം എന്നായിരുന്നു താല്പര്യം, അതായിരുന്നു ആഗ്രഹം.
പക്ഷേ ലൗകിക പരിവാരത്തിൽ നിന്ന് കുറച്ച് ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ദാദിജി എനിക്ക് തന്ന ഗൈഡൻസ് ഇതായിരുന്നു, 2 വർഷം കൂടി ലൗകിക പഠിത്തം പഠിക്കൂ, പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. तो देखिए दादी जी का प्यार, तो दादी जी को मैं मना नहीं कर सकी, तो मेरे जीवन का हर बात का डिसीजन दादी जी ने मुझे गाइड किया. ദാദിജിയുടെ സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആ സ്നേഹത്തിന്റെ മുന്നിൽ അത് പാടില്ല, വേണ്ട എന്നോ ഇല്ലാന്നോ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓരോ വിഷയത്തിലും ദാദിജി എനിക്ക് നല്ല ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. दादी जानकी जी भी उसी सेंटर पर आती थी, तो दादी जी ने फिर मुझे 2 वर्ष नौकरी करने के लिए कहा. उसके पश्चात मैं 1985 में पदयात्रा में गई. അതിനുശേഷം ജാനകി ദാദിയും വരുമായിരുന്നു ബോംബെ സെന്ററിൽ. അപ്പൊ ദാദിജി എനിക്ക് തന്ന ഗൈഡൻസ് ഇതായിരുന്നു, പഠിത്തം കഴിഞ്ഞതിന് ശേഷം ദാദിജി പറഞ്ഞു 2 വർഷം ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജോലിക്ക് പോയതിനു ശേഷം 1985 ഞാൻ ഒരു പദയാത്ര ഉണ്ടായിരുന്നു. ആ പദയാത്രയിൽ പങ്കുകൊണ്ടു. एक्चुअली हमारी आदरणीय रोजी बेन जी को भी मैं बचपन से जानती थी, तो एक बार वो जब भी बॉम्बे आते थे तो मेरे लौकिक घर में आते थे. तो एक बार उन्होंने मुझे पदयात्रा का इतना अच्छा समाचार सुनाया कि मेरी भी दिल हो गई कि मैं भी पदयात्रा में पार्टिसिपेट करूं. ശരിക്കും എനിക്ക് റോസി ബെൻജിയെ നേരത്തെ മുതലേ പരിചയമുണ്ട്. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് റോസി ബെൻജി ബോംബെയിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ്, ലൗകിക വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം അങ്ങനെ റോസി ബെൻജിയെ കണ്ടപ്പോൾ റോസി ബെൻജി ഈ പദയാത്രയെ കുറിച്ച് എൻ്റെ അടുത്ത് വളരെ വിശദീകരിച്ച് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് നല്ല ഒരു സന്തോഷം തോന്നി. അപ്പൊ റോസി ബെൻജി എന്നോട് ഈ പദയാത്രയിൽ പങ്കുകൊള്ളാനായി ആവശ്യപ്പെട്ടു. लेकिन थोड़ा डर भी था, क्योंकि कहाँ जाएंगे, कितना चलेंगे, कुछ प्रैक्टिस नहीं है, कहाँ रहेंगे. लेकिन उस समय प्रकाशमणि दादी ने बहुत सपोर्ट दिया कि बाबा मदद करेगा, कुछ भी है तो मैं तुम्हारे साथ हूँ, मैं मदद करूंगी. ऐसे एक एक बहन को, एक एक भाई को दादी जी ने बहुत सपोर्ट दिया. ആദ്യം എന്റെ മനസ്സിൽ കുറച്ച് ഭയമുണ്ടായിരുന്നു. എങ്ങനെ നടക്കും ഇത്രയും ദൂരം, എവിടെ താമസിക്കും, അങ്ങനെയുള്ള കുറച്ച് പേടിയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദാദിജി എനിക്ക് നല്ല സപ്പോർട്ട് തന്നു. ദാദിജി പറഞ്ഞു, എന്തിനാണ് പേടിക്കുന്നത്, ബാബ കൂടെ ഉണ്ടല്ലോ, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോ ബ്രദറിനും ഓരോ സിസ്റ്ററിനും ദാദിജി നല്ലൊരു ശക്തി കൊടുത്തു, നല്ല സപ്പോർട്ട് കൊടുത്തു. 1986 में जब मैं बाबा के यज्ञ में समर्पित हुई, तो भी मैंने दादी जी को ऑफर किया कि मैं किसी भी स्थान पर जाके सेवा कर सकती हूँ. सो दादी जी ने डिसाइड करके मुझे 2-3 महीने के लिए चेन्नई में रोजी बेन और लक्ष्मी बेन के साथ सेवाओं पर भेजा. അത് കഴിഞ്ഞ് 1986 ഞാൻ സമർപ്പണമായ സമയത്ത് ഞാൻ ദാദിജിയോട് പറഞ്ഞു, ദാദിജി എന്നെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അയച്ചോളൂ, എനിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഞാൻ സേവ ചെയ്യാം, എനിക്കതിന് താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ദാദിജിയാണ് എന്നെ ചെന്നൈയിലേക്ക് അയച്ചത്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ വന്നു. റോസി ബെൻജിയുടെ കൂടെയും ലക്ഷ്മി ബെൻജിയുടെ കൂടെയുമാണ് ഞാൻ സേവ ആരംഭിച്ചത്. तो देखिए, फिर बीच में रोजी बेन और लक्ष्मी बेन के साथ रहने के लिए दादी जी ने मुझे परमानेंटली यहाँ रखा, क्योंकि यहाँ आते समय लैंग्वेज, कल्चर कुछ भी नहीं जानते थे. लेकिन फिर दादी जी ने यहाँ ही सेवाओं में उपस्थित किया. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെർമനന്റ് ആയിട്ട് റോസി ബെൻജിയുടെ കൂടെയും ലക്ഷ്മി ബെൻജിയുടെ കൂടെയും ചെന്നൈയിലായി. ഇവിടെ നോക്കൂ, ഭാഷ അറിയില്ല, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, സേവ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ ദാദിജിയാണ് എന്നെ ഇവിടെ ഇവരുടെ കൂടെ ചെന്നൈയിൽ ആക്കിയത്. അങ്ങനെ ഞാൻ ഇവിടെ പെർമനന്റ് ആയി.
देखो हमारी त्रिमूर्ति दादियां 2003 में जब चेन्नई में मरीना बीच में मेगा प्रोग्राम हुआ था, तब हमारी आदरणीय प्रकाशमणि दादी, जानकी दादी, गुलजार दादी सभी चेन्नई आए थे. നോക്കിയേ, ത്രിമൂർത്തി ദാദിമാരുടെ ഫോട്ടോ നോക്കൂ. 2003 മറീന ബീച്ചില് വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നു. ആ ഫംഗ്ഷന് ഈ ത്രിമൂർത്തി ദാദിമാരും വന്നിരുന്നു. ജാനകി ദാദി, പ്രകാശ്മണി ദാദി, ഗുൽസാ ദാദി, ഇവര് 3 പേരും ആ ഫംഗ്ഷന് ചെന്നൈയിൽ വന്നിട്ടുണ്ട്. सो आज भी ये दादियां सूक्ष्म रूप में ही हमारे साथ है. इनकी यादें भी हमारे साथ है. ഇന്നും ഈ ദാദിമാര് സൂക്ഷ്മ രൂപത്തിൽ നമ്മളോടൊപ്പമുണ്ട്. ഇവരുടെ സ്മൃതികളും നമ്മളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ട്. सभी को याद है ना, दादी जानकी 3 वर्ष पहले चेन्नई आई थी. हाँ, हैप्पी विलेज में एंजल हाउस कंस्ट्रक्शन का फाउंडेशन डाला था. आप में से भी कई भाई बहने आए होंगे. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? 3 വർഷം മുൻപ് ആദരണീയായ ജാനകി ദാദിജി ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഏഞ്ചൽ ഹൗസിന്റെ കൺസ്ട്രക്ഷന്റെ തറക്കല്ലിടാനുള്ള ഒരു ചടങ്ങായിരുന്നു. ആ ഫംഗ്ഷന് ജാനകി ദാദി പങ്കെടുത്തിരുന്നു. നിങ്ങളിൽ പലരും ആ ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? तो अभी वो एंजल हाउस का कंस्ट्रक्शन चल रहा है. हमने ग्राउंड फ्लोर तक कंस्ट्रक्शन किया है, अभी थोड़ा थोड़ा फिनिशिंग कर रहे हैं. तो आप सभी भी रोज अवश्य एंजल हाउस के सेवा के लिए अपना शुभ संकल्प बाबा के सामने रखेंगे. അപ്പൊ ദാദിജി തറക്കല്ലിട്ട ആ ബിൽഡിംഗ് ഏതാണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫിനിഷ് ആയി. പിന്നെ മുകളിലോട്ട് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ദിവസവും നിങ്ങളുടെ ശുഭസങ്കല്പം അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെക്കണം. सो आज हम बाबा के साथ रक्षाबंधन मनाएंगे. अव्यक्त बाबा के साथ अव्यक्त रूप में अव्यक्त रक्षाबंधन मनाएंगे. ഇന്ന് നമ്മൾ എല്ലാവരും ബാബയോടൊപ്പം രക്ഷാബന്ധനം ആഘോഷിക്കും. അവ്യക്ത ബാബയോടൊപ്പം അവ്യക്ത രൂപത്തിൽ നമ്മൾ അവ്യക്ത രക്ഷാബന്ധനം ആഘോഷിക്കും. सो बाबा हमें राखी बांधने के पहले हम सभी को तिलक लगाते हैं. तो एक बार अव्यक्त बाबा ने अव्यक्त मुरली के बीच में डायमंड हॉल में सभी को तिलक लगाया था. हाँ, तो आज आप सभी को भी चेन्नई शांतिधाम की तरफ से तिलक एक्सेप्ट कीजिए. അവ്യക്തമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ബാബ അവ്യക്ത ബാബ്ദാദ ഒരിക്കൽ ഡയമണ്ട് ഹാളിൽ വന്ന സമയത്ത് എല്ലാവർക്കും അവ്യക്ത രീതിയിൽ തിലകം അണിയിച്ചു. അതേപോലെ ബെഹൻജീദ നമുക്ക് അവ്യക്ത രൂപത്തിൽ തിലകം ചാർത്തി തരികയാണ്. അപ്പൊ എല്ലാവരും അത് സങ്കല്പിക്കൂ. ബീനു ബെഹൻജി നമ്മുടെ നെറ്റിത്തടത്തില് തിലകം ചാർത്തി തരുന്നതായിട്ട് സങ്കല്പിക്കാം. ये विजय का तिलक है, स्वराज्य का तिलक है, ഇത് വിജയ തിലകമാണ്. शक्तिवान का तिलक है, विघ्न विनाशक का तिलक है. സ്വരാജ്യത്തിന്റെ തിലകമാണ്, വിഘ്നവിനാശകന്റെ തിലകമാണ്, മാസ്റ്റർ സർവശക്തിവാന്റെ തിലകമാണ്. सभी को मिल गया तिलक. हाँ, എല്ലാവർക്കും കിട്ടിയോ തിലകം? കൈ കാണിക്കോ. എല്ലാവർക്കും കിട്ടിയോ തിലകം? मधुबन की तरफ से बाबा ने हम सभी के लिए बहुत अच्छी राखी भेजी है. മധുബനിൽ നിന്ന് ബാബ നമുക്ക് എല്ലാവർക്കും വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഖി അയച്ചു തന്നിട്ടുണ്ട്. हम सभी ऐसा ही समझे, बाबा ने ये राखी मेरे लिए भेजी है. നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് ബാബയാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ രാഖി വിശേഷിച്ച് അയച്ചിരിക്കുകയാണ്. सो आप सभी को बाबा राखी बांध रहे हैं. നിങ്ങൾക്ക് എല്ലാവർക്കും ബാബ ഇതാ രാഖി അണിയിച്ചു തരികയാണ്. हाँ, इसमें हमने कुछ राखी रखी है
तो हर एक इसमें से एक राखी लेकर के बाबा मुझे राखी बांध रहा है. ഇതിൽ ഞാൻ കുറച്ച് രാഖികൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ നിന്ന് ഓരോ രാഖി സ്വീകരിക്കണം. അപ്പൊ നിങ്ങൾ സങ്കല്പിക്കേണ്ട ഇതാണ്, ബാബ എനിക്ക് രാഖി അണിയിച്ചു തരുന്നു. राखी के बाद बाबा हमें वरदान भी देते हैं. हाँ, बाबा हमें वरदानों से भरपूर करते हैं. रोज की मुरली में बाबा वरदान देते हैं. तो बाप दादा दोनों मिलकर के हमें वरदान से भरपूर कर रहे हैं. രാഖിക്ക് ശേഷം നമുക്ക് വരദാനം കിട്ടാറുണ്ട്. ദിവസവും മുരളിയിൽ നമുക്ക് ഓരോരോ വരദാനം ഡെയിലി കിട്ടുന്നുണ്ട് ബാബയിൽ നിന്നും. ഇപ്പൊ ഇതാ ബാബയും ദാദയും രണ്ടുപേരും ചേർന്ന് നമ്മളെ ഇതാ വരദാനങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. सो आप सभी को हाँ बाबा टोली खिला रहे हैं. അതോടൊപ്പം തന്നെ ഇതാ പ്രസാദം ഉണ്ട്, ടോളി തരുകയാണ് കഴിക്കാനായിട്ട്. ബാബയാണ് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ തരുന്നത്. सो बाबा हमें ऐसा मीठा बनना है, ये प्रेरणा से सभी के मुख में बाबा टोली दे रहे हैं. हाँ, आप सभी अपना मुख खोलिए, ऐसे अनुभव कीजिए बाबा आपको टोली दे रहे हैं. ബാബ എനിക്ക് ഇതുപോലെ ഈ മധുരം എത്ര സ്വീറ്റ് ആണോ അതുപോലെ എനിക്ക് മധുരമുള്ളതായി മാറണം. ബാബ എനിക്ക് ടോളി തരികയാണ് കഴിക്കാനായിട്ട്. അപ്പൊ ബാബ സ്വയം നമ്മുടെ വായിൽ വെച്ച് തരുന്നതായിട്ട് അനുഭവിക്കണം. നിങ്ങൾ ഓരോരുത്തരും അത് സ്വീകരിക്കൂ. वो बाबा ने मधुबन से आदरणीय दादी रतन मोहिनी जी ने बहुत अच्छा पत्र भी भेजा है. उसमें दादी जी ने मधुबन की तरफ से यात्यार भेजा है. അതുപോലെ തന്നെ രാഖിയുമായി ബന്ധപ്പെട്ട് മധുബനിൽ നിന്ന് ആദരണീയായ രത്തൻ മോഹിനി ദാദിജി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സ്നേഹസ്മരണകൾ പറഞ്ഞിട്ടുണ്ട്. दादी ने विशेष 2 बातों की तरफ इशारा खिंचवाया है. हमें पवित्रता की चमकती हुई, हाँ, हमें टावर ऑफ प्यूरिटी बनना है. चारों तरफ पवित्रता के वाइब्रेशंस फैलाने हैं. അപ്പൊ ഇതില് മുഖ്യമായിട്ട് 2 കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദാദിജി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന്, പവിത്രതയുടെ സ്തൂപമായി മാറണം, ടവർ ഓഫ് പ്യൂരിറ്റി. അങ്ങനെ ടവർ ഓഫ് പ്യൂരിറ്റി ആയി മാറിക്കൊണ്ട് പവിത്രതയുടെ കിരണങ്ങൾ 4 ദിക്കിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. जो चारों तरफ इम्प्योरिटी का वातावरण है, उसका प्रभाव मेरे ऊपर नहीं होना चाहिए. 4 ഭാഗത്തുമുള്ള അപവിത്രതയുടെ വൈബ്രേഷൻസ്, അതിന്റെ പ്രഭാവം എന്റെ മേൽ വരാൻ പാടില്ല. साथ साथ दूसरी बात बाबा ने कहा है, हमें हर आत्मा के प्रति शुभ भावना, शुभ कामना रखनी है. सबको मनसा सकाश की सेवा देनी है. രണ്ടാമത്തെ വിഷയം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഓരോ ആത്മാവിനെ പ്രതി ശുഭഭാവന, ശുഭകാമന വെക്കണം. എല്ലാവരെ പ്രതി മനസ്സുകൊണ്ട് സകാശ് നൽകണം. हमें सदा उमंग उत्साह में रहना है और सबको उमंग दिलाना है. सुख देना है और सुख लेना है. നമ്മൾ സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലിരിക്കണം. എല്ലാവർക്കും സദാ ഉന്മേഷം, ഉത്സാഹം കൊടുക്കണം. നമ്മൾ എപ്പോഴും സുഖത്തിലിരിക്കണം. സദാ എല്ലാവർക്കും സുഖം കൊടുത്തുകൊണ്ടേയിരിക്കണം. तो ऐसी अव्यक्त राखी हम सभी को बाबा बांध रहे हैं. अभी हम छोटा सा वीडियो भी देखेंगे. हाँ, उसमें अव्यक्त बाबा हमें अव्यक्त राखी बांध रहे हैं. ഇപ്പോൾ നമുക്ക് അവ്യക്ത ബാബയിൽ നിന്ന് രാഖി സ്വീകരിക്കാം. ഒരു ചെറിയ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണും. ആ വീഡിയോ കണ്ടുകൊണ്ട് അത് അനുഭവിക്കണം. അവ്യക്ത ബാബ്ദാദ എനിക്ക് അവ്യക്ത രീതിയിൽ രാഖി അണിയിച്ചു തരുന്നു. सो आप सभी को हैप्पी ओणम. ओणम की बहुत बहुत बधाइयां हो. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും
ഓണത്തിന്റെ ആശംസകൾ. ഹാപ്പി ഓണം. ഓണത്തിന്റെ വളരെ വളരെ ഹൃദയത്തിൽ നിന്നും ആശംസകൾ. हमारे आने वाली स्वर्ग की दुनिया का यादगार ये ओणम का फेस्टिवल है. നമ്മുടെ വരാൻ പോകുന്ന സ്വർഗത്തിന്റെ ഓർമ്മ ചിഹ്നമാണ് ഓണത്തിന്റെ ഈ ഉത്സവം. हाँ, तो हम सभी ओणम के समय में जो भी हम करेंगे तो उस समय हम अपनी दुनिया स्वर्ग को जरूर याद करेंगे. നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സ്വർഗം, സത്യുഗമാകുന്ന രാജ്യവും നമ്മൾ അതോടൊപ്പം ഓർമ്മിക്കണം. तो एक बार फिर सभी को ओणम की बहुत बहुत बधाइयां हो. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ വളരെ വളരെ ആശംസകൾ. अभी हम बाबा का वीडियो देखेंगे. ओम शांति. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ബാബ്ദാദയുടെ അതിമധുരമായ മഹവാക്യമാണ്. മക്കളെ, അന്തിമ സമയത്ത് സാകാര ലോകം സൂക്ഷ്മവദനമാകും. ഈ വർഷത്തെ മമ്മ ഡേയിൽ നമ്മളെല്ലാവരും അതനുഭവം ചെയ്തതാണ്. അതുപോലെ ബ്രാഹ്മണരായ നമ്മുടെ സർവശ്രേഷ്ഠമായ ഉത്സവം രക്ഷാബന്ധന മഹോത്സവം സാകാരത്തിലിരുന്നുകൊണ്ട് അവ്യക്തവദനവാസിയായ ബാപ്ദാദയ്ക്കൊപ്പം ആഘോഷിക്കാം. ബാബ സ്വയം അച്ഛനായി നമുക്ക് ജന്മം നൽകി സർവ ഈശ്വരീയ പാലനയും ലാളനയും നൽകി വളർത്തി. ടീച്ചറായി എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. സദ്ഗുരുവായി ശ്രീമതം നൽകി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മടക്കയാത്രയ്ക്ക് തയ്യാറാക്കുകയാണ് ബാപ്ദാദ. മക്കളുടെ സമ്പൂർണ്ണ പവിത്ര ഫരിസ്ത സ്വരൂപം കാണുന്നതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ശക്തിശാലിയായ സകാശം നൽകിക്കൊണ്ട് ബാപ്ദാദ വദനത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ബാപ്ദാദയുടെ പരിധിയില്ലാത്ത കരങ്ങൾക്കുള്ളിൽ കൈ ചേർക്കുന്ന ഈ സുന്ദരമായ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ബാപ്ദാദയുടെ മസ്തകത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിശാലിയായ കിരണങ്ങൾ, സ്നേഹഭരിതമായ കിരണങ്ങൾ എൻ്റെ മസ്തകത്തിലേക്ക് ഒഴുകുകയാണ്, നിറയുകയാണ്. ममता हम प्यार पिता का पाते.
നമുക്കെല്ലാം ഭഗവാൻ വിശ്വത്തിൻ്റെ രക്ഷകൻ. എനിക്ക് എൻ്റെ ബാബ ബാപ്ദാദിയിൽ നിന്നൊഴുകുന്ന ഈശ്വരീയ സ്നേഹത്തിൻ്റെ ഫൗണ്ടനിൽ കുളിക്കുകയാണ് ഞാൻ. എല്ലാം മറന്ന് സമ്പൂർണ്ണ ഭാരരഹിതമായി ബിന്ദുവിന് സമാനം പരമാത്മസ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് പരമാനന്ദം അനുഭവിക്കുകയാണ് ഞാൻ. ബാപ്ദാദയുടെ വലങ്കൈയായ എനിക്ക് ബാബ ദിവ്യമായ പവിത്രമായ രക്ഷ എണീച്ച് നൽകുകയാണ്. സ്വയം ഭഗവാൻ രക്ഷാകവചം ബന്ധിച്ച് നൽകുകയാണ്. പവിത്രതയുടെ രക്ഷാകവചം വിശ്വരക്ഷകന്റെ രക്ഷാകവചം ശ്രീമതത്തിന്റെ രക്ഷാകവചം യോഗബലത്തിന്റെ രക്ഷാകവചം രാഖി അണിഞ്ഞുകൊണ്ട് ഈ വർഷത്തെ തൻ്റെ ദൃഢസങ്കൽപ്പമാകുന്ന രാഖി ബാബയുടെ മുന്നിൽ സമർപ്പിക്കും. വരദാതാവായ ബാബ വരദാനങ്ങൾ നൽകുകയാണ് എനിക്ക്. അവശേഷിക്കുന്ന എല്ലാ കുറവുകളും നിറയ്ക്കാനായി വരദാതാവിൻ്റെ വരദാനങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. बच्चे संपूर्ण भव, समान भव, विजयी भव, निर्विघ्न भव. ഈ സമയത്ത് ബാപ്ദാദിയുടെ വരദാന്യ ഹസ്തങ്ങൾ ശിരസിൽ അനുഭവം ചെയ്തുകൊണ്ട് എല്ലാ വരദാനങ്ങളും സ്വന്തമാക്കും. വരദാനങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കും.
അവ്യക്ത ബാപ്ദാദയുടെ പരമപവിത്രമായ ഹസ്തങ്ങളിൽ നിന്ന് രക്ഷാബന്ധനത്തിൻ്റെ മാധുര്യം നിറഞ്ഞ സർവശക്തികളും നിറഞ്ഞ ടോളി ബാബ എനിക്ക് നൽകുകയാണ്. കൈ നിറച്ച് ടോളിയും മനസ്സ് നിറയെ ശക്തിയും. അതിമധുരമായ ഈ പ്രഭു മിലനത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ മാധുര്യം നുകരുകയാണ് ഞാൻ. ओम शांति। धन्यवाद बहन जी। बहन जी, आपने जो भी ज्ञान की रतन दी है वो सब हम ब्राह्मण परिवार धारण करेंगे. രക്ഷാബന്ധനത്തിന്റെ ഈ മഹോത്സവം വളരെ ആനന്ദദായകമായിരുന്നു. സന്ദേശവും നൽകി. ബാബ്ദാദ ബെഞ്ചിയിലൂടെ തിലകമണിഞ്ഞു, രാഖി അണിയിച്ചു. ജ്ഞാനരത്നങ്ങളാലും വരദാനങ്ങളാലും നമ്മൾ കുട്ടികളെ സമ്പന്നരാക്കി. നമുക്കെല്ലാവർക്കും ബെഞ്ചിക്ക് രക്ഷാബന്ധന മഹോത്സവത്തിന്റെയും ഓണത്തിന്റെയും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെയും ആശംസകൾ കൈവീശി അറിയിക്കാം. बहन जी, आपको इस रक्षाबंधन के शुभ अवसर पर हम सब समर्पित बहनें भाई मिलकर, कोल्लम के सभी भाई बहनें मिलकर आपको रक्षाबंधन की, ओणम फेस्टिवल की और श्री कृष्ण जन्माष्टमी की भी मुबारक दे रहे हैं, बधाइयां दे रहे हैं. അടുത്തതായി ഈ പരിപാടിയുടെ അവസാനമായി നന്ദി അറിയിക്കുന്നതിനായി പരവൂരിലെ സേവാ കേന്ദ്രത്തിലെ ജയപ്രകാശ് ഭായിയെ ക്ഷണിക്കുകയാണ്. ज्योति बिंदु बहन, बाबा का भोग हाँ पहले ഭോഗ് വെച്ചതിന് ശേഷം ആ ബാബയ്ക്ക് ഇപ്പൊ ഭോഗ് വയ്ക്കുന്നുണ്ട്. ബാബയുടെ ഓർമ്മയിലിരിക്കാം.
ഓം ശാന്തി. ഓം ശാന്തി. നമ്മുടെ ഒരു സുദിനമാണ്. ജയപ്രകാശ്. പവിത്രതയുടെയും സ്നേഹത്തിന്റെയും ഭാഗ്യത്തിന്റെയൊക്കെ അടയാളമായ രക്ഷാബന്ധൻ മഹോത്സവം നമ്മുടെ സൂക്ഷ്മ രൂപത്തില്, അവ്യക്ത രൂപത്തില് നമ്മൾ ഇന്ന് ആഘോഷിച്ചു. പ്രിയപ്പെട്ട നമ്മുടെ ബീനു ബഹൻജി, രാജയോഗിനി ബ്രഹ്മകുമാരി ബീനു ബഹൻജി സൂക്ഷ്മ രൂപത്തില് നമുക്കെല്ലാവർക്കും ബാബ്ദാദയുടെ നിമിത്തമായി രാഖി അണിയിച്ചു, രക്ഷാബന്ധനം അണിയിച്ചു, വരദാനങ്ങൾ നൽകി. തോളിയും നമ്മളെ സൂക്ഷ്മ രൂപത്തിൽ എല്ലാവരെയും കഴിപ്പിച്ചു. बीना बहन जी ने आज हमको बहुत अच्छा क्लास कराया, ज्ञान खजानों से हमको भरपूर कर दिया, ज्ञान रत्नों से हमारा श्रृंगार कर दिया, हमको बहुत अच्छा प्रेरणा भी दिया। तीव्र पुरुषार्थ के लिए, श्रेष्ठ पुरुषार्थ के लिए हमको बहुत अच्छा प्रेरणा भी दिया। इसके लिए बीरू बहन जी को कोल्लम डिस्ट्रिक्ट के सर्व ब्राह्मण परिवार के ओर से बहुत बहुत दिल से धन्यवाद देता हूँ। കൂടാതെ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത കൊല്ലം സെന്ററിന്റെ ഇൻചാർജായ രാജയോഗിനി ബ്രഹ്മകുമാരി രഞ്ജിനി സിസ്റ്റർക്കും എൻ്റെ പേരിലും ഓരോ ബ്രാഹ്മണാത്മാവിന്റെ പേരിലും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കൊല്ലം ജില്ലയിലെ ഭിന്ന സ്ഥാനങ്ങളിൽ നിന്നുള്ള കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം, പരവൂർ, മീനമ്പലം, ആലങ്കടവ്, അങ്ങനെ എല്ലാ സെന്ററുകളിലും എല്ലാ ഗീതാ പാഠശാലകളിലുള്ള എല്ലാ ബാബയുടെ കുട്ടികൾക്കും എൻ്റെ പേരിലും കൊല്ലം സെന്ററിന്റെ പേരിലുള്ള ഹൃദ്യംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓം ശാന്തി. सभी को ओम शांति। ओम शांति। दो घंटे से ऐसा ही लग रहा है मैं आप सभी के साथ कोल्लम में हूँ। हाँ, सूक्ष्म रूप से कोल्लम में हूँ, सभी एक साथ बैठे हैं, बाबा से अव्यक्त मिलन मना रहे हैं। എല്ലാരും കൈ കാണിക്കും. അപ്പോ എല്ലാവരും ഇപ്പൊ ബെഞ്ചിക്ക് തോന്നുന്നത് കൊല്ലത്ത് വന്ന് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അവ്യക്ത രൂപത്തിൽ നമ്മൾ രാഖി ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓം ശാന്തി. ഇതേപോലെ അവ്യക്ത മിലനം നടത്തിക്കൊണ്ടേയിരിക്കും.
कुछ समर्पण समर्पण जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। ഓം ശാന്തി എല്ലാവർക്കും. ഓം ശാന്തി. ഓം ശാന്തി എല്ലാവർക്കും. ഓം ശാന്തി. ഓം ശാന്തി. വീഡിയോ ഓഫില് വെച്ചിരിക്കുന്നവര് വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ, കാണട്ടെ, എല്ലാവരുടെയും മുഖം കാണട്ടെ. ഓം ശാന്തി. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവര് ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. ഓം ശാന്തി. ഓം ശാന്തി. വീഡിയോ ഓൺ ചെയ്യ. ഓം ശാന്തി. മനീഷ് ഭായി ഓം ശാന്തി. സുഖാണല്ലോ അല്ലേ? കൈ ശരിയായോ? ആ ഓക്കെ. ആ ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. എല്ലാവർക്കും ഓം ശാന്തി. ഇനിയും കാണാം. ഹാപ്പി ആയോ? എല്ലാരും ഹാപ്പി ആയോ? ഡി കെ പുനലൂർ, കുഞ്ഞികൃഷ്ണൻ ഭായി ഓം ശാന്തി. ശാന്തമ്മാജി ഓം ശാന്തി. രാജേശ്വരി മാതാജി ഇന്റർനാഷണൽ മീറ്റിംഗ് ആണോ? രാജേശ്വരി മാതാജി കാനഡയിൽ നിന്നാണ് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത്. രാജേശ്വരി മാതാജി ഓം ശാന്തി. ഓം ശാന്തി. പുതിയ കുട്ടികളും ഉണ്ട്. രഘുനാഥൻ ഭായി, പുഷ്പ മാതാജി ഓം ശാന്തി. സുലോചന മാതാജി ഓം ശാന്തി. വിജയകുമാരി മാതാജി ഓം ശാന്തി. രാജശ്രീ മാതാജി ഓം ശാന്തി. ശോഭ മാതാജി ഓം ശാന്തി. ഗിരിജ മാതാജി. ഉണ്ണികൃഷ്ണൻ ഭായി കാണുന്നില്ല. ഉണ്ണികൃഷ്ണൻ ഭായി ഇവിടെ ഓം ശാന്തി. ബീന മാതാജി ഓം ശാന്തി. ആര്യ ഓം ശാന്തി. കൃഷ്ണകുമാർ, കിഷോർ കുമാർ ഓം ശാന്തി. രമ മാതാജി ഓം ശാന്തി. സുധാ സിസ്റ്റർ ഓം ശാന്തി. അശ്വതി ഓം ശാന്തി. സരോജിനി മാതാജി ഓം ശാന്തി. 2 സരോജിനി മാതാജിമാർക്ക് ഓം ശാന്തി. സുവർണകുമാരി മാതാജി ഓം ശാന്തി. ശാന്തകുമാരി മാതാജി ഓം ശാന്തി. രവീന്ദ്രൻ ഭായി, കമലമ്മ മാതാജി. രവീന്ദ്രൻ ഭായിയുടെ മുഖം ശരിക്കും കാണുന്നില്ല. ഓം ശാന്തി. ഓക്കെ, ഓം ശാന്തി. ഇനി ആരെങ്കിലും വിട്ടുപോയോ? രാജ്ശ്രീ ഓം ശാന്തി. പ്രസന്ന കുമാരി മാതാജി ഓം ശാന്തി. റിയൽമി എഴുതിയിരിക്കുന്നത് ആരാണ്? ഓം ശാന്തി. പ്രദീപ് കുമാർ ഭായി ഓം ശാന്തി. പുനലൂർ. സിമി ഓം ശാന്തി. അഞ്ചൽ. ചിത്ര ഓം ശാന്തി. ബാലചന്ദ്രൻ പിള്ളാൻ മാതാജി ഓം ശാന്തി. ഷീബ സതീഷ് ഓം ശാന്തി. ജിത മാതാജി ഓം ശാന്തി. ഫോറിനിലാണോ നാട്ടിലാണോ? ഇവിടെയാണ്. ഓം ശാന്തി. സതീഷ് ഭായി ഓം ശാന്തി. സതീഷ് ഭായി ഓം ശാന്തി. താര ഓം ശാന്തി. ഗിരിജ മാതാജി ഓം ശാന്തി. ബാലചന്ദ്രൻ പിള്ള ഓം ശാന്തി. ബാക്കി ഇനിയും കാണാത്തവരാരൊക്കെയാണ്? വീഡിയോ ഓൺ ചെയ്യൂ, കാണട്ടെ. ഷാനി ഓം ശാന്തി. ഇന്ദിരമാജി ഓം ശാന്തി. വേറെ ഇനി വീഡിയോ ഓൺ ചെയ്യൂ, മുഖം കാണട്ടെ. വീഡിയോയിൽ വരാത്തവരാരൊക്കെ? രഘുകുമാർ മാതാജി ഓം ശാന്തി. ഓം ശാന്തി. വിജയകുമാരി മാതാജി ഓം ശാന്തി. സുഖാണല്ലോ അല്ലെ? ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ഓം ശാന്തി. ബ്രദർ എവിടെ? രഘുകുമാർ ഭായി എവിടെ? ഓം ശാന്തി.
മോഹനൻ ഭായി ഓം ശാന്തി. ഓം ശാന്തി. രണ്ടുപേര് മോഹനൻ എഴുതിയിട്ടുണ്ട്. ശ്യാമല മാതാജി കമുകഞ്ചേരി ഓം ശാന്തി. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓം ശാന്തി, ഓം ശാന്തി, ഹാപ്പി ഡേ, ഓം ശാന്തി എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും. ഓം ശാന്തി.